അവിടെ കെ അനിൽകുമാർ, ഇവിടെ CPM കടുപ്പിച്ചാവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം തുടരാൻ കഴിയില്ല. കാര്യം അത്രത്തോളം അയാൾ എക്സ്പോസ്ഡ് ആണ്. അത് കഴിയില്ല എന്നുള്ള കാര്യം മൂന്നര തരമാണ്. ഇനി കോൺഗ്രസിൽ ഇനിയും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പക്ഷേ നോക്കൂ, ഇന്നിപ്പോൾ ഉമാ തോമസ് MLA പുറത്ത് കടുത്ത ഭാഷയിൽ പറയണം എന്ന് പറഞ്ഞാൽ, എൻ്റെ മകനുള്ളത് 2 പെൺമക്കളാണ്. അവർ KSUയിലൂടെ വളർന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവർക്കടക്കം ഉള്ളിൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം പറ്റില്ല. രാഹുൽ MLA സ്ഥാനമല്ല, പൊതുപ്രവർത്തനം നിർത്തിപ്പോണം എന്ന് ഉമാ തോമസ് പറയുന്നു. KK രമ പറയുന്നു, ദീപ്തി മേരി വർഗീസ് പറയുന്നു, ഷാനിമോൾ ഉസ്മാൻ പറയുന്നു. അവിടുത്തെ അവരുടെ വനിതാ നേതാക്കളടക്കം അടക്കമിറങ്ങി നിൽക്കുകയാണ്. VD സതീശൻ ആ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ KC വേണുഗോപാൽ അടക്കം പറയേണ്ടതിൻ്റെ എന്ന് പറഞ്ഞാൽ അയാൾ രാജിവെക്കും എന്ന് രാഷ്ട്രീയ കക്ഷി നേർക്കുന്നവർ പറയില്ലല്ലോ. പറയാൻ കഴിയുന്നതിൻ്റെ പരമാവധിയിൽ രാജിവെച്ചൊഴിയണം എന്ന സന്ദേശം പറയുകയാണ്. രാഹുൽ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ഒരു പുതിയ കീഴ്വഴക്കം കോൺഗ്രസ് ഉണ്ടാക്കുകയാണോ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? സ്വാഗതാർഹമായ ഒരു കീഴ്വഴക്കം. അല്ല, സ്വാഗതാർഹമായ കീഴ്വഴക്കമാണെങ്കിൽ വന്ന വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൻ്റെ ഭരണഘടന പ്രയോഗിച്ചുകൊണ്ട് നടപടിയെടുക്കുകയാണ് വേണ്ടത്. ആ പാർട്ടിയിൽ ഈയൊക്കെ സ്ഥാനമുണ്ടോ ഇല്ലയോ, MLA സ്ഥാനം എന്ന് പറയുന്നത് വരികയും പോവുകയും ചെയ്യും. അതല്ല പ്രധാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇത്തരത്തിലൊരാൾ അഭിമതനാണോ? ആ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഇത്തരമൊരാളെ ആ പാർട്ടിയിൽ നിലനിർത്താൻ പറ്റുമോ? എങ്കിൽ അയാൾക്ക് നോട്ടീസ് കൊടുക്കുമോ? ആ നോട്ടീസിനകത്ത് ഉയർന്നു വന്ന വിഷയങ്ങൾ ചേർക്കാനാകുമോ? അതോ ഞങ്ങൾക്ക് ഇപ്പോൾ ക്രിമിനൽ കേസ് പ്രകാരം ഒരിടത്തും വന്നിട്ടില്ല, പാർട്ടിക്ക് പരാതികളൊന്നും കിട്ടിയിട്ടില്ല, അതിനടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത്. ഇവിടെ നമ്മുടെ മുമ്പിൽ ചില കാര്യങ്ങളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഒരു MLA നമ്മുടെ നാട്ടിൽ വേട്ടയാടപ്പെടുന്നു എന്ന് കോൺഗ്രസിന് പൊസിഷനുണ്ടോ? റിനി ജോർജ് എന്ന് പറയുന്നൊരു മാധ്യമ പ്രവർത്തക ഒരു കോൺഗ്രസിൻ്റെ MLA ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു കടന്നാക്രമണം നടത്തുന്നു. ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല. പക്ഷെ ആ വ്യക്തിയാണെന്ന് ധനിപ്പിക്കുന്ന വിധം ഹൂ കേഴ്സ്. അപ്പം മുമ്പ് ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഹൂ കേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രതികരണം നടത്തിയത് പാലക്കാട് MLA ആണ്. അയാളെക്കുറിച്ചാണ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നത് അവർ തുറന്നു പറയുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിതൃതുല്യനായതുകൊണ്ട് അദ്ദേഹത്തോട് നേരത്തെ തന്നെ പറഞ്ഞു. എന്നിട്ടും ഇദ്ദേഹത്തിന് ഇങ്ങനെ സ്ഥാനം കിട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. MLA പദവിയൊക്കെ കിട്ടുകയും ചെയ്തു. തനിക്ക് അശ്ലീല സന്ദേശം അയച്ചിട്ടുണ്ട്. ആദ്യമായി കോൺഗ്രസ് പാർട്ടിയോടും കേരള പൊതുസമൂഹത്തോടും പാലക്കാട്ടെ ജനങ്ങളോടും. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ് പറഞ്ഞത് പാലക്കാട്ടെ മനുഷ്യരുടെ തല താഴ്ത്തിപ്പിടിക്കേണ്ട ഒരു തെറ്റും അദ്ദേഹം ചെയ്യില്ല എന്നാണ്. ഇപ്പോൾ പാലക്കാട്ടുകാരുടെ തലയെല്ലാം ഉയർന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങളോട് പറയണം, റിനി ജോർജ് എന്ന് പറയുന്ന ആ കുട്ടി പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല, എന്നെക്കുറിച്ചല്ല. പ്രതിപക്ഷ നേതാവിനോട് പരാതിപ്പെട്ടു എന്ന് പറയുന്നത് എന്നെക്കുറിച്ചല്ല. പ്രതിപക്ഷ നേതാവ് കടുത്ത സ്വരത്തിൽ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തു. ആരുടെ പിതാവിൻ്റെ? ഈ MLAയുടെ പിതാവിൻ്റെ സ്ഥാനത്താണോ റിനിയുടെ പിതാവിൻ്റെ സ്ഥാനത്താണോ? പിതാവിൻ്റെ സ്ഥാനത്ത് കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ MLAയുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് കൈകാര്യം ചെയ്തത്. കാരണം എന്താണ്? അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഇയാളുടെ സ്വഭാവം എന്ന് ആ പാർട്ടിയിൽ വ്യക്തമാക്കിയിട്ടും അദ്ദേഹത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പം സതീശൻ വെളിപ്പെടുത്തിയ കർശന നടപടി ആരുടെ പേരിലാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രതിപക്ഷ നേതാവ് കർശന നിലപാട് സ്വീകരിച്ചത്, സ്വരം കടുപ്പിച്ച് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഒരവന്തികയുടെ നിലപാടിൻ്റെ ഏതെങ്കിലും ഒരു ചാറ്റിനകത്തോ അല്ലെങ്കിൽ അവരുടെ സംഭാഷണത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ തള്ളപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണോ നിൽക്കുന്നത്? 2, MLAക്ക് പറയാം, ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. ചില പെൺകുട്ടികളുടെ ശബ്ദം അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് എൻ്റെ ശബ്ദമാണോ അല്ലയോ? 4-5 ദിവസമായി ഇത് ശബ്ദം പുറത്തു വരുന്നുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ശബ്ദം എൻ്റെതല്ല. അദ്ദേഹം ഇന്ന് പറഞ്ഞു, മിനിയാന്ന് പറഞ്ഞു. ഇന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. എല്ലാ മാധ്യമങ്ങളുടെ പേരിലും കേസെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഉത്തരവാദികളെ പിടിക്കണ്ടേ? അപ്പോൾ ഈ ശബ്ദം ആരുടേത്? ഇദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ചിട്ടുണ്ടോ?
അപ്പോൾ കോൺഗ്രസ് പാർട്ടി തന്നെ പൊസിഷൻ എടുക്കാം. ഞങ്ങളുടെ MLA വ്യാജമായ ഒരു ശബ്ദം അനുകരിച്ച് ഏതോ ഒരു സ്ത്രീകളെ വെച്ച് ഇങ്ങനെ അബോർഷൻ നിർബന്ധിക്കുന്നതായി, കുഞ്ഞിനെ കൊല്ലാൻ നിർബന്ധിക്കുന്നതായി, പിന്നെ തന്നെ കൊന്നുകളഞ്ഞതായി. ഞാൻ നമ്മുടെ നാട്ടിൽ പറയുകയാണ്, മാധ്യമ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു, മാധ്യമങ്ങളിലെ 2 മാധ്യമ പ്രവർത്തകർക്ക് ഇദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും ഇത്തരം അനുഭവം ഉണ്ടായി എന്ന് ഞങ്ങൾക്കറിയാം. പകൽ പോലെ കേട്ടതല്ലേ നമ്മുടെ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളിലൂടെയും ആ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം. ഇപ്പം സതീശൻ പറയുന്നത്, നിങ്ങൾ എന്നിട്ട് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല, ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ദിവിക്ക് വാരിക അവർ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു. ആർട്ടിക്കിൾ പറയുന്നത് കോൺഗ്രസിൻ്റെ മുൻ MP മകൾ പരാതിക്കാരിയാണ്. അവർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ചതാണ്. അവിടെ വച്ചുണ്ടായ ബന്ധങ്ങളുടെ ഭാഗമായി വിവാഹ നിശ്ചയത്തിലേക്കെത്തി. വിവാഹ വാഗ്ദാനം, പിന്മാറ്റത്തിന് കാരണം എന്താണ്? കടലോര ജീവിതമുള്ള ഒരു പെൺകുട്ടിയാണ് അവർ. അപ്പോൾ കടപ്പുറത്തെ മനുഷ്യൻ്റെ മണം ഇഷ്ടപ്പെടുകയല്ല ഇദ്ദേഹത്തിന്. AICCക്ക് പരാതിയാണ്. ദിവിക്ക് വാരിക, മനോരമ മുന്നോട്ട് വയ്ക്കുന്ന ദിവിക്ക് വാരികയ്ക്കെതിരായി എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം? ഇനി എറണാകുളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഇന്നലെ പറഞ്ഞു, 2 വനിതകൾ, അവർക്ക് ഇദ്ദേഹം മെസ്സേജ് അയച്ചു, അസലിലെ മെസ്സേജ്. അവർ ഈ പരിപാടി നിർത്തിപ്പോയി. നമ്മൾ കേട്ടോ, മറുപടി പറയുന്നത് കേട്ടോ. അപ്പം ഇന്നൊരു പത്രസമ്മേളനം നടത്തിയോടുകൂടി MLA രക്ഷപ്പെട്ടു എന്നാണോ കാണുന്നത്? ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ക്യാമ്പയിൻ്റെ ഇടയ്ക്കാണ് ഒരു ദിവസം ഒരു ചാനലിൻ്റെ ഷോ നടക്കുന്നത്. ആ ഷോയിൽ വെച്ചാണ് അവന്തിക, ആ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കേണ്ട ഇപ്പറേ ജനക്കൂട്ടമുള്ളൊരു ചർച്ചയാണ്. അപ്പം ഞങ്ങൾക്കെതിരെ നിന്ന് കോൺഗ്രസിനോടും CPM-നോടും ചോദ്യം ചോദിക്കുന്ന ആളായിരുന്നു ഈ കുട്ടി. BJP-കാരിയാണ്. ഇപ്പം BJP-കാരിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് അവന്തിക BJP-കാരിയാന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഞാൻ എതിരായി നിന്ന് ചോദ്യം ചോദിച്ച ആളാണ്. ആ ചോദ്യം ചോദിച്ച വ്യക്തിയുടെ ഫോൺ നമ്പർ അന്ന് തന്നെ സ്വന്തമാക്കി പിന്നീട് പതുക്കെ ബന്ധം സ്ഥാപിക്കുന്നു. ഇതാണ് അവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പം എതിർഭാഗത്തുള്ള ഒരു കുട്ടിയോട് പോലും ഇങ്ങനത്തെ ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടോ? നിരന്തര ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോ ആദ്യമായിട്ടാണോ ഈ അവന്തിക രംഗത്ത് വരുന്നത് ആഗസ്റ്റ് 1-ാം തീയതി? ഇനി അവന്തികയുടെ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അത് തന്നെ ആദ്യ സംഭാഷണം വന്നപ്പോൾ തന്നെ വെളിപ്പെടുത്താമല്ലോ. അതൊഴിച്ച് ബാക്കിയൊന്നും നിഷേധിക്കുന്നില്ല. അല്ല, അവന്തികയുടെ കാര്യത്തിൽ അനിൽകുമാർ കൺഫ്യൂഷൻ ഉണ്ടോ? അതൊഴിച്ച് സംശയമുണ്ടോ? എന്ന് പറഞ്ഞാൽ അവന്തികയുടെ കാര്യം BJP ഗൂഢാലോചനയാണ് സന്ദീപ് വാര്യർ പറയുന്നത്. അനിൽകുമാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? അല്ലല്ല, അതിന് പോയിന്റ് അതല്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, എൻ്റെ ധാരണ എന്ന് പറയുന്നത് അത് പുറത്തുവിട്ട ചാനലിൻ്റെ ഒരു പ്രവർത്തകൻ കടുത്ത കോൺഗ്രസ്സുകാരനാണ്. മാത്രമല്ല അവിടെ ഇവരുടെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ നേതാവും ഈ കുട്ടിയും ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടുന്ന ഒരു കോൺഫറൻസ് കോളിലൂടെയാണ് അന്ന് സംഭാഷണം ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ പുറത്തു വരും, അതിൻ്റെ ഇവരൊക്കെ പുറത്തു വരും. ആ കോൺഫറൻസ് കോളൊക്കെ എങ്ങനെ രൂപപ്പെട്ടു എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. ഇതുപോലൊരു വ്യാജം നമ്മുടെ കേരളത്തിൽ വരുമെന്ന് ഇന്നലെ തന്നെ നമ്മുടെ നാട്ടിലെ നവമാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒരു വ്യാജമായ ആരോപണം വരും, പെട്ടെന്ന് ഷാഫി പറമ്പിൽ നിലവിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് വസ്തുത മറ്റൊന്നാണെന്നൊരു കാര്യം പുറത്തു കൊണ്ടുവരും. കൺഫ്യൂഷനാവും, കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം ലഭ്യരാകും. ഇത് പ്രതിപക്ഷം ക്രിയേറ്റ് ചെയ്ത പ്രശ്നമാണ് എന്നുള്ള ഒരു സാധനം ഉണ്ടാവും. ആദ്യം നമ്മൾ കേട്ടത് എന്താണ്? ഈ റിനി ജോർജ് എന്ന് പറയുന്ന AK സെന്ററിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. 2 റിനി ജോർജ് എന്ന് പറയുന്നത് അർത്ഥനഗ്നകളായി മന്ത്രിമാർക്കൊപ്പം സഞ്ചരിക്കുന്നൊരു പെൺകുട്ടിയാണ്. പറയുന്നത് പാലക്കാട് MP-യാണ്. ഇത് കോൺഗ്രസിനകത്തെ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഒരു ക്രിമിനൽ ബുദ്ധി കോൺഗ്രസിലുണ്ട്. ആ ക്രിമിനൽ ബുദ്ധിയിൽ പ്രതിപക്ഷ നേതാവുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബുദ്ധിയല്ല എന്താണെന്ന് ആ കുട്ടികളെല്ലാം പറയുന്നുണ്ടല്ലോ. ഡിസപ്പിയറിങ് ചാറ്റ്സ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അബോർട്ട് ചെയ്യാനൊക്കെയുള്ള മരുന്നുകൾ ഡോക്ടറുടെ സഹായമില്ലാതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കഴിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ആ ഇരയെ കൊല്ലുകയും ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്കാണ് ഞൊടിയിടയിൽ കൊല്ലാൻ നിന്നെ. ഇതൊക്കെയാണ് ഇവർ ക്രിമിനലുകളാണ്. ഈ ക്രിമിനൽ ശബ്ദം കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുന്നു.
ആ സംഘത്തെയും വിഴുങ്ങുന്ന ക്രിമിനൽ ബുദ്ധിയാണ് ഇന്ന് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ MLA കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് MLA വണ്ടിയെ കയറി നടക്കുന്നത് പാലക്കാട്ടെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ വെല്ലുവിളിക്കലാണ്, ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളെയും വെല്ലുവിളിക്കലാണ്, ഇരകളെയും വെല്ലുവിളിക്കണം. ഞാൻ താമസിക്കാൻ കുമാർ.